നമസ്കാരം. കരയാൻ അറിയാത്ത, ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ എന്നത് പ്രശസ്തമായ ഒരു മലയാള സിനിമാ ഗാനമാണ്. എന്തിന് ഇപ്പോൾ ഈ പാട്ട് ഇവിടെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമുണ്ട്. ഇന്ന് രാവിലെ മുതൽ ദൃശ്യമാധ്യമങ്ങളിലെ ട്രെൻഡിംഗ് ആണ് സുധാകരേട്ടൻ, സഖാവ് സുധാകരൻ. അദ്ദേഹം എളമരം കരീമിനെതിരെ ചില ആരോപണങ്ങളുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് രാവിലെ തന്നെ. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? എളമരം കരീമിക്ക, അങ്ങ് കോഴിക്കോട് പരാജയപ്പെട്ടിരിക്കുന്നു, അന്വേഷണ കമ്മീഷനൊന്നും വേണ്ടേ, അങ്ങൊരു കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ? ഇതിന് കാരണം എന്താണ്? ഈ ഒരു ആരോപണം സുധാകരൻ സഖാവ് മുമ്പോട്ട് വയ്ക്കുന്നതിനുള്ള കാരണം എന്താണ്? 2021 തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ എച്ച് സലാമിന് വോട്ട് കുറഞ്ഞു പോയതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വന്ന അന്വേഷണ കമ്മീഷനാണ് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള എളമരം കരീം. അന്ന് എളമരം കരീം സുധാകരനെതിരെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വന്നത്. സുധാകരൻ പറയുന്നത് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുവാൻ സംസ്ഥാന കമ്മിറ്റി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്ന് തന്നെയാണ്. എളമരം കരീം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പരാജയപ്പെടുവാൻ ഉണ്ടായ കാരണം എന്താണ്? ഒരു കാരണം ഞാൻ പറയുന്നത് വിചിത്രം എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ അതും ഒരു കാരണമാണ്. കാരണം ഒന്ന്, ചിരിക്കാൻ അറിയാത്ത കളിമൺ പ്രതിമകളെ എന്ന് ഞാൻ ആദ്യം പാടിയിരുന്നു. മനുഷ്യരെ കണ്ടാൽ ചിരിക്കാത്ത അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് എളമരം കരീം എന്ന് പറയാതിരിക്കാൻ വയ്യ. അതും അദ്ദേഹത്തിന്റെ പരാജയത്തിന് ഒരു കാരണമാണ്. വെളിനാടുകളിൽ നിന്ന് എത്തുന്ന അതിഥികളെ ജാതി മതം നോക്കാതെ, ഭാഷ നോക്കാതെ സ്വീകരിച്ച സംസ്കാര സമ്പന്നരുടെ നാടാണ് കോഴിക്കോട്. നല്ല കോഴിക്കോടൻ ബിരിയാണിയുടെ രുചിയറിയാത്ത മലയാളികൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കോഴിക്കോടൻ ഹൽവയും ഏറെ മധുരമുള്ളതും സ്വാദിഷ്ടവുമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു മതേതര മണ്ണിൽ പോയി നിന്നിട്ടാണ് അദ്ദേഹം നമ്മുടെ കരിമിക്കയെ വിജയിപ്പിക്കുക എന്ന വർഗീയ കാർഡ് ഇറക്കി കളിക്കുവാൻ നോക്കിയത്. അത് പരാജയത്തിന്റെ രണ്ടാമത്തെ കാരണമായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇനി ഇതിലുമൊക്കെ വലിയൊരു പ്രതികാരം അവിടെ നടന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ 2009 ഇലക്ഷൻ? ശ്രീ MK രാഘവൻ ആദ്യമായി കോഴിക്കോട് മത്സരിക്കാൻ എത്തിയപ്പോൾ അന്ന് MK രാഘവനെതിരെ മത്സരിക്കാൻ വന്ന സ്ഥാനാർത്ഥിയുടെ പേര് ഓർമ്മയുണ്ടോ? ആ സ്ഥാനാർത്ഥിയുടെ പേരാണ് PA മുഹമ്മദ് റിയാസ്. ഈ PA മുഹമ്മദ് റിയാസ് എന്ന ചെറുപ്പക്കാരനെതിരെ അന്ന് 2 അപരന്മാർ സ്ഥാനാർത്ഥികളായി വന്നിരുന്നു. അവർ 1000-ന് മുകളിൽ വോട്ടും പിടിച്ചിരുന്നു. അന്ന് PA മുഹമ്മദ് റിയാസ് MK രാഘവനോട് തോറ്റത് എത്ര വോട്ടിനാണെന്നറിയോ? വെറും 1000-ൽ താഴെ വോട്ടുകൾക്ക്. അന്ന് മുഹമ്മദ് റിയാസിനിട്ട് കൊടുത്ത പണി തിരിച്ചു കിട്ടി എന്നുകൂടെ കരുതിയാൽ മതി. ഈ 3 കാരണങ്ങൾ കൊണ്ട് മാത്രമാണോ നിങ്ങൾ കാലിക്കട്ടിൽ പരാജയപ്പെട്ടിട്ടുള്ളത്? ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഇത്രയും ജനവികാരം ആളിക്കത്തുന്ന സമയത്ത് കേന്ദ്ര കമ്മിറ്റി അംഗമായ നിങ്ങൾ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ടും സർക്കാരിനെ സംരക്ഷിക്കുന്ന രീതിയിലുമുള്ള എത്രയോ പ്രസ്താവനകളുമായിട്ടാണ് നിങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നതിൽ താങ്കൾ മുൻപന്തിയിലുണ്ടായിരുന്നല്ലോ. എന്തിനേയും ഏതിനേയും കയറി ന്യായീകരിക്കാൻ നിൽക്കല്ലേ സഖാവ് എളമരം കരീം? നിങ്ങൾ തോറ്റതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് കൂടാതെ തന്നെ ചില വസ്തുതകളുണ്ട്, ചില ജാതി മത സമവാക്യങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞു മതേതര മണ്ണാണ് കാലിക്കട്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള ഈഴവ ഹൈന്ദവ വോട്ടുകൾ BJP-യിലേക്ക് പോയെന്നേ. ഇതൊക്കെ നിങ്ങൾ അറിയാൻ വൈകിപ്പോയോ? നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ വിമർശനം ഉയരുന്നുണ്ടല്ലോ, BJP-യുടെ കടന്നുകയറ്റം മനസ്സിലാക്കുവാൻ നിങ്ങൾ വൈകിപ്പോയി എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 4-5 കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കരീമിക്ക നിങ്ങൾ തോറ്റിരിക്കുന്നത്. ഇനിയും നിങ്ങൾ പുനർവിചിന്തനത്തിന് തയ്യാറായില്ലെങ്കിൽ ഇതിലും വലിയ പരാജയങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.